I've seen the stars on the ocean, and fields of grass beneath the blue. I've heard the songs of summer singing, like a humming hymn of June. There's always something around the corner, something more to be found. I'm sure the coast of California are beautiful right now. And New York sky shines so bright, but to tell you the truth, honey, I just wanna come home to you. Somewhere far the birds are flying, someplace there on feathered wings. 100 worlds I could get lost in. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അതിലെ പോലെ എപ്പോഴും ജയിക്കുവാമേ. നല്ല ദിവസത്തെ ഓർത്ത്, നല്ല നിമിഷത്തെ ഓർത്ത്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത്, ഇന്ന് നടക്കാനിരിക്കുന്ന ഈ വിവാഹ ചടങ്ങിനെ ഓർത്ത്, വധുവരന്മാരെ ഓർത്ത്, രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ എത്തുന്ന എല്ലാ അംഗങ്ങളെയും ഓർത്ത് കർത്താവേ ഞങ്ങളെ സ്തുതിക്കും. നമുക്കൊരു നിമിഷം സ്തുതിക്കും. യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, 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 യേശുവേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഉണ്ണിക്കുട്ടനെയും വധുവായിരിക്കുന്ന ദിവ്യയെയും അവിടുത്തെ തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. ഇവർ തുടങ്ങാൻ ഇരിക്കുന്ന വിവാഹ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവർക്ക് താങ്ങായി, തണലായി, സ്നേഹമായി, നന്മയായി നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് എത്രയും ദയയുള്ള മാതാവേ, സങ്കേതത്തിലോട് വന്ന് നമുക്കിപ്പോൾ തിരുവചനം ശ്രവിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അവിടെ അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം.
അവൻ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹായവും പരിശുദ്ധാമ്മയുടെ സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് ഈ വധൂവരന്മാരുടെ കൂടെ, അവിടെ കൂടി കൂടാനിരിക്കുന്ന എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ തൊട്ടനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയായിരിക്കട്ടെ. Loving can hurt. Loving can hurt sometimes, but it's the only thing that I know. When it gets hard, you know it can get hard sometimes. It is the only thing that makes us feel alive. We keep this love in a photograph. We made these memories for ourselves, where our eyes are never closing, our hearts are never broken, and time's forever frozen still. നോബൽ എലിസബത്ത് കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ദിവസം നോബലും എലിസബത്തും ഒരു പുതിയ ജീവിതത്തിന് തുടക്കം തുടങ്ങിയാണ്. ഈ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഇവരോടൊപ്പം എത്തിയിട്ടുണ്ട്. നിങ്ങളെ ആദ്യമായിട്ട് അവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, രണ്ടുപേരുടെ കുടുംബങ്ങളെയും. അതോടൊപ്പം തന്നെ നമുക്കൊരു നിമിഷം കണ്ടുകളൊക്കെ അടച്ച് കൈകൾ കൂപ്പി നോബലിൻ്റെയും എലിസബത്തിൻ്റെയും കുടുംബത്തിന് വേണ്ടിയും ഇവർക്ക് വേണ്ടിയും ഇവിടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മൾ വളരെ ഭക്തിപൂർവ്വം ഇന്ന് ഈ വിശുദ്ധബലി അർപ്പിക്കണം. Lord.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ പുതിയ ഐക്യത്തിൽ ജീവിക്കാൻ ഈ ദാസരെ വിളിച്ചല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും ഹൃദയത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കലികമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ
ചുറ്റും സൈപ്പിമുളകൾ പോലെയായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖിയോടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥനായ ദൈവം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഭവിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ തൻ്റെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ ഏറ്റവും നിരക്കും എന്ത്? എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും വന്ന് ചെയ്യുമെന്ന്. യഹൂദന്റെ ശുദ്ധീകരണ തന്ത്രത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 ആളുകൾ കൊള്ളുമായിരുന്നു. കരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോൾ നിറച്ചു. ഇനി പകർന്ന് നിറവക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം നിറവക്കാരൻ തിരിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. നിറവക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും എത്ര വീഞ്ഞ് ആദ്യം വിളവെന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. ഈശോയെ ബലപ്പെട്ടവരെ, പ്രിയപ്പെട്ട നോബൽ എലിസബത്ത്, നിങ്ങൾക്ക് സുഖമായിരുന്നോ? പേടിയുണ്ടോ? നെർവസ് ആണോ? ആണോ? ഇല്ല, ഞാൻ നല്ല ചൂടുണ്ട്. എൻ്റെ പ്രസംഗം അധിക നേരമില്ല. നിങ്ങളെ അധിക നേരം വധിക്കാനായിട്ട് ഉദ്ദേശമില്ല. ഒരു 45 മിനിറ്റ് സ്പഹിച്ചാൽ മതി. നോബലെ എലിസബത്ത്, അന്ന് തന്നെ 2 പേർക്കും കൺഗ്രാജുലേഷൻ. നിങ്ങളെടുത്തിരിക്കുന്ന നല്ല തീരുമാനം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾക്ക്, നല്ല കുടുംബജീവിതത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇത് ഈ പറയാൻ പോകുന്ന ഉപദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വിവാഹ കഴിച്ചിട്ടുള്ള എല്ലാവർക്കും, ഇനി വിവാഹിതരാകാൻ പോകുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഇപ്പോഴാണ് കല്യാണ മണ്ഡപവും പാരിഷ് ഹോളിലും ഒക്കെ ഉണ്ടായത്. നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നു പന്തലൊക്കെ ഇട്ട്. അപ്പോൾ ഈ സന്ധ്യയുടെ ആദ്യവും അവസാനവും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഒരു സദ്യയുടെ ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാമോ? ആദ്യം സദ്യ തുടങ്ങുന്നതിന് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ, പണ്ടത്തെ കാലം ഇപ്പോഴല്ല, നമ്മളൊരു അടുപ്പ് കൂട്ടും. എന്നിട്ട് അടുപ്പാണ് ആദ്യം. നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ല ബിരിയാണിയുടെ മണമൊക്കെ ഉണ്ടാവും. നമ്മൾ വളരെ ആസ്വദിച്ച് ഈ ഭക്ഷണം കഴിക്കും. പക്ഷേ ഇതിൽ എരിഞ്ഞ് അടങ്ങിയ കനലുകളെ നമ്മൾ എപ്പോഴും വിസ്മരിക്കപ്പെടും. ഈ കനലുകൾ ഓർക്കാനില്ല, ആരും അടുപ്പ് കാണാറ് പോലുമില്ല, അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റാണോ? എങ്കിൽ ഈ സ്വാദിഷ്ടമായ ഈ വിവാഹ വിരുന്നിന് പിന്നിൽ എരിഞ്ഞടങ്ങിയ കനലുകളുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇനി ആരാണ് ഈ കനലുകൾ? അത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നോബിളും എലിസബത്തും ഒക്കെ നല്ല മിടുക്കന്മാരായി മിടുക്കുകയായിട്ടും ഇവിടെ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇവരെ വളർത്തി വലുതാക്കി ജോലിയൊക്കെയായി ഇന്ന് ഈ നിലയിലെത്തിച്ച ഇവരുടെ പേരൻസാണ്. അവരാണ്
എലിസബത്തെ, നിങ്ങൾ എവിടെ പോയാലും വണ്ടിയൊക്കെ ഹൈവേക്കൂടെ 120 സ്പീഡിൽ ഓടിച്ച് പോയാലും ഇടിമിന്നിയാലും ജോലി ചെയ്താലും നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന ഈ പേരൻസിൻ്റെ പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരം അവരുടെ മുട്ടുകുത്തിനുള്ള പന്തജലിൻ്റെ ജപമാല പ്രാർത്ഥന, അവരാണ് നിങ്ങളുടെ സക്സസിന് പിന്നിൽ ഉള്ള ഈ രഹസ്യം, എരിഞ്ഞ കനലുകൾ. അപ്പം ഈ വിവാഹ വേളയിൽ എനിക്ക് ആദ്യമായി നിങ്ങളോട് രണ്ടുപേരോടും പറയാനുള്ളത്, ആ എരിഞ്ഞ കനലുകൾ ഒരിക്കലും വിസ്മരിക്കപ്പെടാതിരിക്കട്ടെ. രണ്ടാമതായിട്ട് ഒരു നല്ല വിവാഹ ജീവിതത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുക. സോറി, പ്ലീസ്, താങ്ക്സ്. ഏതൊക്കെയാണ്? സോറി, പ്ലീസ്, താങ്ക്സ്. 3 കാര്യങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു നല്ല വിവാഹ ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ പറയുന്ന, പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോറി എന്നാൽ നമുക്ക് രണ്ടുപേരും കുറവുകളൊക്കെയുണ്ട്. എപ്പോഴും ഒരിക്കലും പെർഫെക്റ്റായ ഒരു മനുഷ്യനെ കിട്ടത്തില്ല, നമുക്ക് ഒരിക്കലും കുറവുകളുണ്ട്. അപ്പോൾ നമ്മൾ സോറി പറയാനുള്ള ഒരു എളിമയുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് താങ്ക്സ്. താങ്ക്സ് എന്തിനാണ് പറയുന്നത്? എലിസബത്തിന് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, നന്മകൾ, ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും അത് വെളിപ്പെടുമ്പോൾ നോബിൾ പറയണം താങ്ക് യു, താങ്ക്സ്. തിരിച്ചും അതുപോലെ തന്നെ പറയണം താങ്ക്സ്. എലിസബത്തിനെ പുകഴ്ത്തുകയല്ല, മറിച്ച് ദൈവത്തെ പുകഴ്ത്തുകയാണ്. ദൈവം എലിസബത്തിന് നൽകിയ സമ്മാനത്തെ, ടാലന്റിനെ നമ്മൾ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത് താങ്ക്സ്. ഇനി മൂന്നാമത്തെ കാര്യം പ്ലീസ്. നമ്മളൊരിക്കലും മറ്റുള്ളവരെ ഗ്രാൻഡഡ് ആകരുത്. എപ്പോഴും നമ്മൾ ഒരു എളിമയോട് കൂടിയിട്ട് പ്ലീസ് എന്ന വാക്ക് കുടുംബജീവിതത്തിൽ ഉപയോഗിക്കണം. കൻ യു പ്ലീസ്, ഓർ കുഡ് യു പ്ലീസ് ഗീവ് മീ, അങ്ങനെ ചെയ്യണം. അപ്പം ഒരിക്കലും രണ്ടാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 വാക്കുകൾ, ഇതാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ GPS. പ്ലീസ്, സോറി, താങ്ക്സ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഖനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ്. ഖനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതാണ്, ജീവിതത്തിൽ ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലായിടത്തും പാട്ടും കൂത്തും പല ഭക്ഷണങ്ങളും ഫ്രണ്ട്സും കുടുംബക്കാരും എല്ലാം ചുറ്റിനുമുണ്ട്. ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, എപ്പോഴും ഉണ്ടാകുകയാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഈ വൈൻ തീർന്നു പോലെ വൈൻ മേ റൺ ഔട്ട് ഇൻ യുവർ ഫാമിലി ലൈഫ്. വൈൻ തീർന്നു പോകാം. ജീവിതത്തിൻ്റെ നല്ല എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആ ദിവസങ്ങൾ എപ്പോഴും കിട്ടിയിരിക്കത്തില്ല. ദുഃഖങ്ങൾ ഉണ്ടാകാം, ക്രൈസിസ് വരാം. അപ്പോൾ ഓർക്കുക, ഇതാ എൻ്റെ കൂടെ ഞാനൊരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഈശോ. ആ ഈശോനെ എപ്പോഴും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുക, ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും, എവിടെ യാത്രയ്ക്ക് പോയാലും ഈശോയെയും മാതാവിനെയും നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ യാത്രയിൽ ക്ഷണിക്കുക. അവർ നിങ്ങളുടെ കൂടെ പോകട്ടെ. അവസാനം ഞാൻ പറഞ്ഞാണല്ലോ അല്ലേ. അപ്പോൾ അഡീഷനായിട്ട് നമ്മൾ ഈ ജാറൊക്കെ ഇന്നത്തെ സിറ്റുവേഷനിലും അത് എംറ്റിയായിരുന്നു. അവരതിനകത്ത് വെള്ളം ഒഴിച്ചപ്പോഴും അവർക്ക് തിരിഞ്ഞില്ല. ഭയങ്കര ബോറിംഗ് ആയിരുന്നു ലൈഫ്. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന പരിചാരകരൊക്കെ എന്തിനാണ് ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് എന്ന്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്, വളരെ ജീവിതമൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, നമുക്കൊരു എൻതൂസിയാസം ഒന്നുമില്ല. വളരെ അപ്പോഴും ഓർക്കുക, ദ ബെസ്റ്റ് യെറ്റ് ടു കം. പരിചാരകൻ പറഞ്ഞെന്താണ്? നല്ലത് ഇതേവരെ സൂക്ഷിച്ചു, നല്ലത് ഇതേവരെ വന്നിട്ടില്ല. ഈ നല്ലത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയുടെ കൂടെ നടക്കണം, ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് വീര്യം കുറഞ്ഞ വൈനാണ്. നല്ല വൈൻ കുടിക്കണമെങ്കിൽ
ഈശോയെയും മാതാവിനെയും നിങ്ങളുടെ കുടുംബത്തിൽ ചേർത്ത് കൂടെ കൂട്ടുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, ഇന്ന് നിങ്ങൾ വലിയ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഈശോയുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ സുവിശേഷത്തെ സാക്ഷ്യപ്പെടുത്തി അവർ അതിൻ്റെ മേലെ കൈവച്ച് വലിയൊരു ജനസാഗരത്തെ മുമ്പിൽ നിർത്തി നിങ്ങൾ ഈശോയോടാണ് ഈ പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത പ്രോമിസ്, എൻ്റെ വാഗ്ദാനം നോബിളിനോട് മാത്രമല്ല ഈശോയോടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നും അതിൻ്റെ കളങ്കം വരത്താത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഞങ്ങളെല്ലാവരും ഒത്തിരി ഭാവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ഹാപ്പി മാരീഡ്. സന്തോഷത്തോടും പ്രത്യാശയോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നെറ്റിക്കിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത ഞങ്ങൾ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂടാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂടാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന നോബിളിനെ എലിസബത്തെയും ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നോബൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നോബലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും
ഇതിൽ മുദ്രിതമാക്കിയിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിരയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അതിലൊരു സത്തായിക്ക്
ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ നിന്നുള്ള കുടിയുള്ള സ്വർലോകത്തിൽ
ജയ സൗഭാഗ്യമായിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവരിൽ നിവസിക്കും, അവരിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവരെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം വാദനരും ചെയ്തു. അറിഞ്ഞ പോലെ പങ്കാളികളാകിലും ദൈവം കൈവാരുടട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവമായ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാമഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി. housemate. So let us rejoice and be glad. And we bow down to one and all present. As we know, marriage is one of the most important and treasured milestones in a person's life. And this day is not just a celebration, but a meaningful gathering of loved ones to witness and bless the union of two families. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് വിവാഹം എന്നുള്ളത്. And it's not just a celebration, but a meaningful gathering of loved ones to witness and bless the union of two families. കേവലം ഒരു ആഘോഷം എന്നതിലുപരിയായിട്ട് വിവാഹം എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങളുടെ സംയോജനവും ആൻഡ് അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങളുടെ ഐക്യവും കൂടിയാണ്.
വെഡിങ് റിസപ്ഷനിൽ ജോയിൻ ചെയ്യുന്നതിനു വേണ്ടിയാണ് ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ നവവധു വരന്മാർ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ ഇന്നത്തെ ഡേ സ്പെഷ്യൽ സ്റ്റാർസിനെ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. Let's all put our hands together and give a warm heartfelt welcome to our standing bride Elizabeth and her handsome groom, Mrs. Noble, onto these scenes. Our most beautiful bride, Mrs. Elizabeth, may be standing onto these seats, each other freely, completely, and forever. Together, നമ്മുടെ നോബിളും എലിസബത്തും അവരുടെ ഒരുമിച്ചുള്ള ആ ഒരു ലൈഫ് ജേർണി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. സോ നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് നമ്മുടെ നോബിളിനെയും ആൻഡ് അതുപോലെ തന്നെ എലിസബത്തിനെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. Let's allow Mrs. Thomas and Mrs. Jamie Thomas. Alan Schofaiker, ഇറ്റലിയിലെ വർക്കിയാണ്. And our most beautiful bride, Elizabeth Lady Stanley, with our daughter, Mrs. Stanley James and Mrs. Rikama. അവൾ സോഷ്യൽ വർക്കർ ആണ്. ആൻഡ് അതുപോലെ തന്നെ കോട്ടയംകാരിയും. ഞാൻ നമ്മുടെ എലിസബത്ത് കോട്ടയത്ത് നിന്നും കണ്ണൂരിന്റെ മണ്ണിൽ എത്തിയേക്കാണ്. സോ എന്ത് തോന്നി ഈ ഒരു മൊമെന്റിൽ? അവിടെ എക്സൈറ്റഡ് ആണോ? ഇവർ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന് പറയുന്നത്. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്. നോബിൾ എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? നമുക്ക് ഇവരോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നോബിളിനോടാണ് എലിസബത്തിനെ തന്റെ ലൈഫ് പാർട്ണറായിട്ട് ചൂസ് ചെയ്യാൻ തോന്നിയ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ആരുടെ എന്ത് ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് നോബിളിന് തോന്നിയത്? അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. കണ്ടതിൽ ഓരോ കാഴ്ചകളിലും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു ഇതിൽ നെടുകൂട്ടി ആയിപ്പോയി. നമ്മുടെ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലി ഫ്രം മിസ് ടു മിസ്സിസ് ഇതേ ചോദ്യം തന്നെയാണ് എലിസബത്തിനോട് ചോദിക്കുകയാണ്. നോബിളിനെ ലൈഫ് പാർട്ണറായിട്ട് ചൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ക്വാളിറ്റി ക്യാരക്ടർ? നോബിളിടുന്ന എഫേർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. തന്നെയാണ് ലൈഫ് പാർട്ണറായിട്ട് ചൂസ് ചെയ്യാൻ. Hearty congratulations, Noble and Elizabeth. Wishing a lifetime of joy, love, and unforgettable memories of their soulmate. Best wishes for today and beyond. അപ്പൊ മനോഹരമായ ഒരു വിവാഹ ജീവിതം നയിക്കുവാൻ നമ്മുടെ നോബിളിനും ആൻഡ് അതുപോലെ തന്നെ എലിസബത്തിനും സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയപ്പെടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്ര ബ്യൂട്ടിഫുൾ ആയി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നോബിളിനെയും എലിസബത്തിനെയും പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ അധികമായി ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കാം ഇവർ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിനുണ്ട്. അല്ലെ നോബിൾ ആൻഡ് എലിസബത്ത്, ഈ ഒരു ഡേ ഇത്ര മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരിയധികം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? സോ ഇവരുടെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മുടെ നോബിളിന്റെയും ആൻഡ് അതുപോലെ തന്നെ എലിസബത്തിന്റെയും ഫാമിലി മെമ്പേഴ്സിനെയും കൂടി നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ഹാൻസം ഗ്രൂം മിസ്റ്റർ നോബിൾസ് ഫാമിലി മെമ്പേഴ്സ് ഔട്ട് ടു ദി സ്റ്റേജ്. ഫസ്റ്റ് നമ്മുടെ നോബിളിന്റെയും പപ്പേനെയും മമ്മീനെയും ഏറെ സ്നേഹത്തോടെ അതിലുപരി നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. Let us extend a warm round of applause as we invite Mrs. Thomas and Mrs. Jamie Thomas out to the stage. So നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ തോമസ് അങ്കിളിനെ ആൻഡ് അതുപോലെ തന്നെ ജെയിനി ആന്റിനെ നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. Let's give a warm hearty welcome to Noble's sister Neetu Thomas, brother-in-law Mr. Ashley Joseph out to the stage, and you also invite the little shining star Anna Mon out to the stage. So നല്ലൊരു കയ്യടിയോട് കൂടെ തന്നെ നമ്മുടെ നോബിളിന്റെ സിസ്റ്റർ നീതു അതുപോലെ തന്നെ നീതുവിന്റെ ഹസ്ബൻഡ് ആയിഷൻ അബ്രഹാം
കൂടാതെ തന്നെ അവരുടെ ലിറ്റിൽ ഷൈനിങ് സ്റ്റാർ ആദമോൻ ഇവരേറെ സ്നേഹത്തോടു കൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഗ്രൂമിന്റെ ഫാമിലി ഫ്രെയിം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ അടുത്തതായി നമ്മുടെ എലിസബത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഏറെ സ്നേഹത്തോടു കൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ഫസ്റ്റ് നമ്മുടെ എലിസബത്തിന്റെ പാരന്റ്സിനെ പപ്പേനെയും മമ്മീനെയും ഏറെ സ്നേഹത്തോടു കൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. With great joy and respect, I invite Mrs. Stanley James and Miss Rita Stanley onto the stage. സോ അടുത്തതായി നമ്മുടെ എലിസബത്തിന്റെ ബ്രദറിനെയും വൈഫിനെയും കൂടെ ഏറെ സ്നേഹത്തോടു കൂടി സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. മിസ്സസ് ജെയിംസ് സ്റ്റാൻലി ആൻഡ് ഹിസ് വൈഫ് അലീന സാറ onto the stage. ഒരുപാട് സന്തോഷം തോന്നി. മരുമകളെ അല്ല, ഒരു മകളെ കൂടിയാണ് എനിക്ക് ലഭിച്ചത്. സോ ഐ ആം വെരി ഹാപ്പി. You're glowing, you color and fracture the light. You can't help but shine. And I know that you carry the world on your back, but look at you tonight. The lights, your face, your eyes, exploding like fireworks in the sky. Set fire, touching on your body while you're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Look what we found. Karma reached out into our hearts and pulled us to our feet now. You know the truth is, we could disappear anywhere as long as I got you there. When the sun dies, till the day shines. When I'm with you, there's not enough time. You are my spring flower, watching you bloom wild. We are surrounded, but I can only see the lights. Your face, your eyes, exploding like fireworks in the sky. You're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. You're glowing. You're glowing. You color and fracture the light. Look at you tonight. Set fire. उठावे ते हनेरे घट दे उंगड़ा छुपा के तू धनक फिर दी की वे रब ने दो नाड़ा उते नीलम जड़े Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you win the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Lights, your face, your eyes, exploding like fireworks in the sky. Set fire. ഒരു റെഡ് ഫ്ലവറും അതിൻ്റെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വൈറ്റ് ഫ്ലവർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ നോബിളിനെയും ആൻഡ് അതുപോലെ തന്നെ റെഡ് ഫ്ലവർ നമ്മുടെ എലിസബത്തിനെയാണ്. അപ്പൊ നമുക്ക് ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓഡിയൻസ് അന്ന് എല്ലാവരും ഒന്ന് കൈയടിക്കാവോ? നമുക്ക് നോക്കാം നമ്മുടെ ഈ നോബിളിന് എലിസബത്തിനെയാണോ അല്ലെങ്കിൽ എലിസബത്തിന് നോബിളിനെയാണോ ഏറ്റവും കൂടുതൽ അറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് മോർ റൊമാൻറ്റിക്? നോക്കരുത് കേട്ടോ, രണ്ടുപേരും സ്ട്രെയിറ്റ് ഇരിക്കുക എന്നിട്ട് റൈസ് ചെയ്യാം ഫ്ലവർ. ഹു ഈസ് മോർ റൊമാൻറ്റിക്? നോബിൾ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എലിസബത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് എലിസബത്ത് ആണ്. എന്താ എലിസബത്തെ, നോബിൾ റൊമാൻറ്റിക് അല്ലേ?
ഈസ് ഐ ലവ് യു ഫസ്റ്റ്. നിങ്ങളിൽ ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞത് അത് നോബിളാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ലേസി ക്യാരക്ടർ ഉള്ളത്, എല്ലാ കാര്യത്തിലും ഭയങ്കര മടിയുള്ളത്, അത് എലിസബത്ത് ആണെന്നാണ് രണ്ടുപേരും പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതുവരെ ചോദിച്ച 3 ക്വസ്റ്റ്യനും റൈറ്റ് ആയിട്ടാണ് ഇവർ ആൻസർ ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കുന്ന ഒരു ലാവിഷ് ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആരാണ്? അത് നോബിളാണെന്നാണ് രണ്ടുപേരും പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. ഓൾറെഡി ആള് ഷെഫാണ്, അതുകൊണ്ട് നോ ഡൗട്ട് നോബിളായിരിക്കും ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതും പറയുന്നതും. നോ ഡൗട്ട് നോബിൾ ഓൾറെഡി പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എലിസബത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിനകത്ത് ഇപ്പൊ ഏതാണ് റേസ് ചെയ്യേണ്ടതെന്ന്. എലിസബത്ത് തന്നെ പറഞ്ഞേക്കുകയാണ് അത് ഞാനാണെന്ന്. അതെന്താ എലിസബത്ത് അത്ര കോൺഫിഡൻസ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളത്, അതും നോബിളാണ്. അപ്പം നല്ല നല്ല വാല്യൂസും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് കൂടുതലെന്നാണ് തോന്നുന്നത്. എലിസബത്ത് ഒന്നും അങ്ങനെയൊന്നും ഇല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവുന്ന എന്തെങ്കിലും ഒരു കാര്യമൊക്കെ കേട്ടാൽ. എന്താ നോബിള് എത്രയ്ക്ക് ഇത് ശക്തി കുറവാണോ? മനഃശക്തി കുറവാ? സോ ഓഡിയൻസ്, നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? നിങ്ങൾക്കുള്ള അവസരമാണ്. ഫ്രണ്ട്സ്, അവിടുന്ന് ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ആരാണെന്ന്. അവിടുന്ന് ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നോബിൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഈ ഓഡിയൻസിന് അവസരമുണ്ട്, നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? വിൽ ആൻഡ് എലിസബത്ത് വളരെയധികം ഫണ്ണി ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. പക്ഷേ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നെ വളരെയധികം നല്ല രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും സെയിം ആയിട്ട് നല്ല പൊരുത്തമുള്ള കപ്പിൾസ് ആണ് നമ്മുടെ നോബിളും ആൻഡ് എലിസബത്തും. താങ്ക് യു ഡിയേഴ്സ്.
കുത്തിയാൽ മതിയോ? जैसे कहो वैसे चाहो, दिल में हो तुम, आंखों में तुम, बोलो तुम्हें कैसे चाहो। पूजा करो सजदा करो, जैसे कहो वैसे चाहो। जानो मेरी जानो, जाने जाने जानो। I don't know where I am going, but I
പറന്നോളെ സന്മതമോ കന്മതമോ നിൻ കടകഞ്ഞ മനസ്സിനകത്തു കൊടുത്തു കൊണ്ടിടുമ്പോൾ കൊണ്ടിടുമ്പോൾ നിനക്കു വേണ്ടി പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ സ്വന്തമായി ഞാനെ കൊണ്ടല്ലേ കണ്ടല്ലേ നിനക്കു വേണ്ടി പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ വെച്ച പാറിയാണല്ലേ താഴെന്റെ കൂടെ നിന്ന പഞ്ചവർണ്ണമല്ലേ തങ്കമെന്ന് കണ്ടവെന്ന പുണ്യം നീയത്തി മുത്തല്ലേ
first cup of coffee. The way you hold on to me when we're out in the cold. I could list off a million ways, but you just try to stop me. 'Cause the list of the ways that I need you would take me too long. So instead I guess I'll say I love you for worse or for better. Whenever, wherever, for now and forever. The moment I met you, I never saw your heart fit in at mine. I love you in capital letters. Whatever the weather, you hold me together. I told you we'd get here, I never saw my heart got one thing right. You look like the rest of my life. The nights we turn out the lights and dance around the kitchen. We scream all our favorite songs at the top of